എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, നമ്മുടെ പോഷൻ ട്രാക്കറിനകത്ത് ഇന്നൊരു ഗുണഭോക്താവിനെ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആധികാരികമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. അതിൽ തന്നെ ആധാർ കാർഡിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. എന്നാൽ ആധാർ ഇല്ലെങ്കിലും നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന 2 ഗുണഭോക്താക്കളേ ഉള്ളൂ. അത് ഒന്ന് പ്രഗ്നൻറ്റ് വുമണും ലാക്ടേറ്റ് മദറാണ്. അവർക്കുള്ള ഇളവുകൾ 3 മാസത്തേക്ക് മാത്രമാണ്. അതിനുള്ളിൽ തന്നെ അവർ സ്വന്തം ആധാറുമായി പോഷൻ ട്രാക്കറിൽ ബന്ധിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം നിങ്ങളുടെ ഓർമ്മയിലിരിക്കട്ടെ. ഇത്തരത്തിൽ നമ്മൾക്കിന്ന് പോഷൻ ട്രാക്കറിനകത്ത് ഒരു ഗുണഭോക്താവിൻ്റെ വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ സമയത്ത് ഗുണഭോക്താവ് നമ്മൾക്കരികിലുണ്ടാവണം. ഈ സാഹചര്യത്തിലാണ് അവിടെ EKYCയും FRSും സാധ്യമാവുകയുള്ളൂ. അതായത് ഒരു ഗുണഭോക്താവിൻ്റെ മൊബൈൽ വെരിഫിക്കേഷനാണ് ആദ്യം പൂർത്തിയാക്കുന്നത്. അതിനുശേഷം അവർ തരുന്ന ആധാറുമായി ബന്ധപ്പെടുത്തുന്ന സമയം അവരുടെ EKYC പൂർത്തിയാക്കണം. അതിൽ ഗുണഭോക്താവിൻ്റെ ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കാണ് ഒരു OTP വരിക. ആ OTP സ്വീകരിച്ചതിന് ശേഷം അടുത്ത ഘട്ടം എന്ന് പറയുന്നത് 2-way ഓതൻറ്റിക്കേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതാണ് ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റം. ഈ ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റത്തിൽ ആ ഗുണഭോക്താവിൻ്റെ തന്നെ ഫോട്ടോ എടുക്കണമെന്നുള്ളതാണ്. എന്നാൽ കുട്ടികൾക്കുള്ള ഇളവ് എന്താണ്? കുട്ടികളുടെ ആധാറിന് പകരം അവരുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ രക്ഷിതാക്കളുടെയോ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി ചെയ്യുന്ന സമയം അവരുടെ ഫോട്ടോ ആണ് എടുക്കേണ്ടത് എന്നുള്ളത് കൂടി തിരിച്ചറിയുക. കുട്ടികളുടെ ഫോട്ടോ ഒരിക്കലും തന്നെ എടുക്കേണ്ടതായിട്ടില്ല, മറിച്ച് അവരുടെ രക്ഷിതാക്കളുടെ ഫോട്ടോ ആണ് ഈ ഭാഗത്തേക്ക് നമ്മൾ FRSന് വേണ്ടി സ്വീകരിക്കേണ്ടത്. ഇത്തരത്തിൽ ഈ 3 കാര്യങ്ങളും ആദ്യം തന്നെ പൂർത്തിയാക്കി അവസാനം 4ാമത് വരുന്ന സ്റ്റേജാണ് നമ്മളെ ടീച്ചേഴ്സിൻ്റെ ക്യാഷ് ഫോണിലേക്ക് ഒരു OTP വരുന്ന സമയം. അത് ടീച്ചറുടെ വർക്കർ ലോഗിനിലൂടെ ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ ക്യാഷ് ഫോണിലേക്ക് അവസാന 4 അക്ക OTP വരിക. ആ OTP രേഖപ്പെടുത്തി എൻ്റർ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഗുണഭോക്താവിൻ്റെ ബേസിക് ആയിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള പേജ് വരിക. അതിനകത്ത് ഗുണഭോക്താവിൻ്റെ പേര് വിവരങ്ങളും കാര്യങ്ങളും, അവരുടെ ANC വിവരങ്ങൾ, അതേപോലെ തന്നെ LMP വിവരങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്ന സമയം പ്രധാനപ്പെട്ട ഈ ഒരു ഏരിയ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഈ ഭാഗം പറയുന്നത് എന്താണ്? കൃത്യമായി അവരുടെ താമസ വിവരങ്ങളാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. താൽക്കാലിക താമസക്കാരാണോ സ്ഥിര താമസക്കാരാണോ എന്നുള്ളത് നേരത്തെയൊക്കെ ഓപ്ഷനുകൾ മാത്രമായിരുന്നു. അതായത് അത് രേഖപ്പെടുത്തിയില്ലെങ്കിലും നമ്മളെ പ്രൊഫൈൽ സബ്മിറ്റ് ആവുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. എന്നാൽ ഈ ഭാഗം വിട്ടുപോയി കഴിഞ്ഞാൽ പല ടീച്ചേഴ്സിനും ഇത്തരം രീതിയിലുള്ള എറേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന് കാണിച്ചാൽ, അതായത് സക്സസ്ഫുള്ളി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം പൂർത്തിയാക്കിയാലും ആ ഗുണഭോക്താവ് ലിസ്റ്റിലേക്ക് വരാത്ത സാഹചര്യമുണ്ട് എന്നുള്ളത് കൂടി തിരിച്ചറിയുക. ആ സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലാണ് കാണാൻ കഴിയുക. അപ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതിൽ പറയുന്നത് ആ ഗുണഭോക്താവിൻ്റെ താമസ വിവരം ടീച്ചർ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടത്. ആയതുകൊണ്ട് തന്നെ ടീച്ചർക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ തുടക്കത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ പ്രോസസ്സും ഫോട്ടോ എടുക്കലും EKYC മൊബൈൽ വെരിഫിക്കേഷനും ഒക്കെ തന്നെ ആദ്യം മുതൽ ചെയ്യേണ്ട സാഹചര്യമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇനി രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണമെന്നുള്ളത് കൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കൃത്യമായി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ടീച്ചറുടെ ലോഗിനിലൂടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാന ഘട്ടത്തിലേക്ക് എത്തി അവസാനം മൊബൈൽ OTP എന്ന് പറഞ്ഞല്ലോ, ടീച്ചറുടെ ക്യാഷ് ഫോണിലേക്ക് വരുന്ന ഈ മൊബൈൽ OTP വരാത്ത സാഹചര്യം ഒരുപാട് ടീച്ചേഴ്സ് ഇപ്പോൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയം നമ്മളെ ഗുണഭോക്താവ് സമയം കണ്ടെത്തി നിങ്ങളിലേക്ക് എത്തുന്നു, നിങ്ങളുടെ സമയം പരമാവധി ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു. എന്നിട്ടും നിങ്ങളുടെ രജിസ്ട്രേഷൻ സക്സസ് ആവാത്തത് കൊണ്ട് പല ടീച്ചേഴ്സും ഗുണഭോക്താക്കളെ താൽക്കാലികമായി പറഞ്ഞു വിടുന്ന സാഹചര്യമാണ് ഉള്ളത്. പിന്നീട് അവരെ കിട്ടുന്ന സമയം 2-3 മാസങ്ങൾ കഴിയുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ യഥാസമയം സേവനങ്ങൾ ഉറപ്പാക്കാനും സാധിക്കാതെ വരുന്നുണ്ട്. അപ്പോൾ ഇത് മറികടക്കുന്നതിന് വേണ്ടി നമ്മളെ ടീച്ചേഴ്സ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ അംഗൻവാടി വർക്കർ ലോഗിനിലൂടെ ഇത് സാധ്യമാവുന്നില്ല, ഈ രജിസ്ട്രേഷൻ സക്സസ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഗുണഭോക്താവിനെ തിരിച്ച് പറഞ്ഞയക്കേണ്ട. ആ സമയം തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളെ പോഷൻ ട്രാക്കർ ഒന്ന് ലോഗൗട്ട് ചെയ്ത് ലോഗിൻ ചെയ്തെടുക്കുന്ന സമയം ഇവിടെ 3ാമത് കാണുന്ന ഐ ആം എ ബെനിഫിഷ്യറി എന്ന് കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ബെനിഫിഷ്യറി തന്നെ നേരിട്ട് രജിസ്റ്റർ ചെയ്യുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഗുണഭോക്താവിനെ അരികിലിരുത്തി ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് പൂർത്തിയാക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യം വരുന്ന മൊബൈൽ നിങ്ങൾ കൊടുക്കേണ്ടത് ാണ് അവിടെ ഗുണഭോക്താവിന് മൊബൈൽ നമ്പർ കൊടുത്തിട്ട് വേണം അത് ഓപ്പൺ ചെയ്യാൻ. അങ്ങനെ എൻ്റർ ചെയ്ത ഉടനെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ക്യാഷ് ഫോണില്ല, ഗുണഭോക്താവിൻ്റെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കണം. മൊബൈൽ നമ്പറിലെ OTP ഗുണഭോക്താവിന് വരും. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ പുതിയ പേജ് വരും. അവിടെ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് പുതിയ രജിസ്ട്രേഷൻ്റെ ഭാഗങ്ങൾ എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായി അവരുടെ EKYC FRS ഒക്കെ പൂർത്തിയാക്കാൻ സാധിക്കും. അതിനുശേഷം സക്സസ്ഫുള്ളി സബ്മിറ്റ് എന്നുള്ള സന്ദേശം കാണും.
ആ സമയം വരെയും ടീച്ചറുടെ ക്യാഷ് ഫോണിലേക്ക് ഒരു OTPയും തന്നെ ഈ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ വരില്ല എന്നുള്ളത് അറിയുക. അപ്പോൾ ഇത്തരത്തിലുള്ള രജിസ്ട്രേഷൻ സക്സസ്ഫുൾ കണ്ടു കഴിഞ്ഞ സമയം ടീച്ചർ എന്ത് ചെയ്യും, ലോഗൗട്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് നിങ്ങളെ ബെനിഫിഷ്യറി ലിസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഗർഭിണിയാണെങ്കിൽ ഗർഭിണി ലിസ്റ്റിൽ അവർ കാണില്ല. അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മോർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ബെനിഫിഷ്യറി ഇൻ്റർഫേസ് റിക്വസ്റ്റ് എന്ന് കാണുന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് പെൻഡിങ് ലിസ്റ്റിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത ഗുണഭോക്താവിനെ ആ ഭാഗത്ത് കാണാൻ സാധിക്കും. അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് ആക്സെപ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഇവരെവിടെ വരിക, നമ്മളെ ബെനിഫിഷ്യറി ലിസ്റ്റിലേക്ക് കടന്നുകൂടുകയുള്ളൂ. ചിലപ്പോൾ ഇത് 22 മണിക്കൂർ വരെ സമയമെടുക്കാം നമ്മളെ ബെനിഫിഷ്യറി ലിസ്റ്റിലേക്ക് കടന്നു വരാം. അപ്പോൾ ആയതുവരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. അതിന് മുന്നേ തന്നെ വീണ്ടും രജിസ്ട്രേഷൻ ആവർത്തിച്ച് കഴിഞ്ഞാൽ അത് ഡബിൾ എൻട്രി ആവാനും ഒപ്പം തന്നെ അത് രജിസ്റ്റേർഡ് ആവില്ല. എന്നിരുന്നാലും മറ്റ് ആധാറുകൾ ഉപയോഗപ്പെടുത്തി രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുന്ന സമയം ഡബിൾ എൻട്രി ആയി മാറാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഒന്നും തന്നെ വരാത്ത സാഹചര്യം കൂടെ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ 22 മണിക്കൂർ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഗുണഭോക്താവിൻ്റെ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഗുണഭോക്താവ് വരും. ഇങ്ങനെ മൂന്നാമത് ഓപ്ഷൻ വഴി ടീച്ചർമാരുടെ ലോഗിനല്ല, ഗുണഭോക്താക്കളുടെ ലോഗിൻ വഴി നിങ്ങൾ ചെയ്യുന്ന സമയം ടീച്ചറുടെ ക്യാഷ് ഫോണിലേക്ക് OTP വരുന്നതല്ല എന്നുള്ളത് കൂടി അറിയുക. താങ്ക്